വിജയേ ഓ എന്ന് കറിയൊക്കെ ഉണ്ട് ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ 2-3 അയില കിട്ടിയത്. അതെ, നല്ല മണ്ടൻ അയില കിട്ടിയിട്ടുണ്ട്. വലിയ അയില തന്നെ അല്ലേ? വലിയ അയില തന്നെ. അപ്പം നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു വെറൈറ്റി കറി ഉണ്ടാക്കാം. നല്ലൊരു കുറുങ്ങനായിട്ടുള്ള നല്ലൊരു കറി, തേങ്ങയൊന്നും കൂട്ടാണ്ടുള്ളൊരു നല്ലൊരു കറി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കറി അല്ലേ? അരി ഞാൻ അവിടെ പുറത്ത് അടുപ്പത്തിട്ടിട്ടുണ്ട്. അതെ, അന്ന് മീൻ കിട്ടിയത്. അപ്പം നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. അതെ, അപ്പം നമ്മളെ ഇന്നത്തെ വെറൈറ്റി നല്ല കട്ടിച്ചാറില്ലേ അയിലക്കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശംഖുവിന് അയില വേണമല്ലോ. സൂപ്പർ എവിടെ പോയതോ അമ്മ? മീനെല്ലാം നമ്മുടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉള്ളിയും തക്കാളി ഒന്ന് വാട്ടിയെടുക്കാം. എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി ഒന്ന് എടുത്തിട്ട് നമുക്ക് നല്ലോണം പഴുത്തിട്ട് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. അതെ, അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ നമുക്ക് എണ്ണയിലൊന്ന് വാട്ടി കൊടുക്കാം. നല്ല രസമുണ്ട് ഈ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ വിളക്കാൻ വേണ്ടി അതിങ്ങനെ മുട്ടി കൊടുക്കുമ്പോൾ ഇത് ഉരുണ്ടുരുണ്ട് പോകും. ഇങ്ങനെ ഒരു നല്ലൊരു പകുതും പോലത്തെ ചീഞ്ചട്ടിയല്ലേ ഇത്. അപ്പോൾ ഓരോ ദിവസം ഓരോരോ വെറൈറ്റിയിൽ നമുക്ക് കറി ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഇതാ എല്ലാം വഴറ്റിയിട്ട് അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് ഇതാ ചൂടായി വരുന്നുണ്ട്. തക്കാളി ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിത് വാങ്ങാം കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മളെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പം അതെല്ലാം വറുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ പൊടിയൊക്കെ ചൂടാക്കി എടുക്കാം. അതെ, ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ എണ്ണയിലേക്ക് തന്നെ. 1 സ്പൂൺ മതിയില്ലേ? 1 സ്പൂൺ മല്ലിപ്പൊടി. വേഗം ഇട്ട് കൊടുക്കുക, അടുപ്പത്തും ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് തന്നെ. മുളക് പൊടി 2 സ്പൂൺ വേണ്ടി വരും അല്ലേ? വേണ്ടി വരും. ശരിയാ. അപ്പോൾ 2 സ്പൂൺ കുറച്ചും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്തെടുക്കാം. തീരം പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം അടുപ്പത്തായതുകൊണ്ട് ഈ പൊടി വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ചട്ടി നല്ലോണം ചൂടാവും. നമ്മളെ മല്ലിമുളകെല്ലാം ഇതാ നല്ലോണം ചൂടായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ എല്ലാം കൂടി 3/4 ടീസ്പൂൺ ഉണ്ടാവും അല്ലേ? ചെറിയ സ്പൂണിനാണ്. അപ്പോൾ മഞ്ഞൾ കുറച്ച് കിട്ടണം കേട്ടോ, എന്നാലേ കറിക്ക് ഒരു കളർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കറി വെളുത്തിരിക്കുമല്ലോ മഞ്ഞൾ കുറഞ്ഞാൽ. അപ്പോൾ നമ്മളെ മസാല എല്ലാം ചൂടാക്കി വാങ്ങിയിട്ടുണ്ട്. പൊളിച്ച് കളയാം. ഇപ്പോൾ തക്കാളീൻ്റെ തോരെല്ലാം നമുക്കൊന്ന് പൊളിച്ച് കളയാം. അതെ, ഇത് നമ്മൾ അരച്ചിട്ടാക്കിയാലേ അത് നമ്മളെ വയറ്റി പോകും. ഇതേ സാധനം ഉണ്ടാവും. അപ്പോൾ തക്കാളിയുടെ തോരെല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ഈ വഴറ്റിയ സാധനമെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ചൂടാക്കിക്കൊണ്ട് വേഗം തോല് വലിക്കാൻ കിട്ടുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് 2 തിളപ്പിച്ച കുക്കറിലിട്ടിട്ട് 1 വിസിലടിച്ചാലും മതി. പിന്നെ തോല് കിട്ടും. അപ്പോൾ അരക്കുമ്പോൾ എല്ലാവരും ഇത് ഞങ്ങൾക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. അത് ചൂടുവെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ വാട്ടിയിട്ട് അതിൻ്റെ ഇത് ചൂളിയെല്ലാം കളഞ്ഞാൽ തോല് നമുക്ക് വേഗം ചൂളിന്നാണ് കിട്ടല്. തോലെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നമുക്കിതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം.
ഇത് സാധാ മുളക് പൊടിയും കാശ്മീരി രണ്ടും കൂടി ഉണ്ട്. അതെ, രണ്ടും കൂടി ഒന്നിച്ചിട്ട് വെച്ചാണ്. ആദ്യം പറയാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരവെല്ലാം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വലിയ ഇലായതുകൊണ്ട് ഒരു കഷ്ണാക്കുന്നത്. അതെ, ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. രണ്ട് കരിയാക്കുണ്ട് കേട്ടോ. നമ്മളെ അരച്ച് വെച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അരച്ച ചാലിലേക്ക് ഇതാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരവ് മൊത്തം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിതാ നമ്മൾ നേരത്തെ തന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. വാളംപുളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്ന് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതാ കറിക്ക് ആവശ്യമില്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അരവെല്ലാം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം. അടുപ്പ് പൊളിച്ചതല്ലേ, നല്ല കുടംപുളീൻ്റെ ടേസ്റ്റ്. കുടംപുളി ഇട്ടാൽ പിന്നെ കുടംപുളിൻ്റെ ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ അമ്മേൻ്റെ അടുപ്പ് എന്താണ് നമുക്ക് എറിയുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല മണം, ഒരു രക്ഷയില്ല, ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല. നല്ല സൂപ്പർ മണം വരലായി. ഇപ്പോൾ കറിയെല്ലാം തിളച്ച് നല്ല സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതിൻ്റെ കുറേ ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഇപ്പൊ 10ാമത്തെ പ്രാവശ്യമായിട്ടായി ടേസ്റ്റ് നോക്കുന്നത്. ഉപ്പുണ്ടോ നോക്കുന്നേ? ഉപ്പും പുളിയെല്ലാം 18 പെണ്ണുങ്ങൾ ഉപ്പ് നോക്കുമ്പോഴേക്കും ഒരു പീടി ചോറിന് കൂട്ടാനില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവും മിക്കവാറും മീൻകറിയുടെ അവസ്ഥ. ആഹാ, നമ്മളെ അയിലക്കറി ഇതാ നന്നായിട്ട് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത് വാങ്ങിച്ചേ, ഇത് പിന്നെ തണിഞ്ഞ മണ്ണിൻ്റെ ചട്ടിയല്ലേ, തണിഞ്ഞാൽ നല്ല സെറ്റായി വരും കുറുകിയിട്ട്. ഇതിനേക്കാളും വെള്ളമെല്ലാം വറ്റിപ്പോവും. ഇപ്പോഴേ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഒന്നും കറി ഉണ്ടാവില്ല. അപ്പം നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കാണിക്കാം. അപ്പം നല്ല സെറ്റായിട്ടുണ്ടാവും. അതെ, അപ്പം ഈ ഒരു ഭാഗത്തിൽ കറി മൺചട്ടിയിൽ വെക്കുന്നവർ വാങ്ങണം, അല്ലെങ്കിൽ തീരെ ചാറില്ലാണ്ടായി പോകല്ലേ. അപ്പം നമ്മളേതാ നല്ല അടിപൊളി അയിലക്കറി, നല്ല കട്ടി കുറുകി അയിലക്കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാടൻ പയറും വെണ്ടയ്ക്കയും വറുത്തത്. അപ്പോൾ ഞാനാണ് ഇന്ന് ടേസ്റ്റ് നോക്കുന്നത് കേട്ടോ അമ്മ. അപ്പോൾ ഇത് ഇതാ അമ്മ നമ്മളെ നട്ടിയിൽ ഉണ്ടാക്കിയ പയറും 3 ഐറ്റം ഉണ്ട്. പയറും വെണ്ടിയും വഴുതനങ്ങയും. അത് എല്ലാം കുറച്ചേ ഇല്ലൂ. അപ്പോൾ അത് 3ഉം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ചെറിയൊരു ഉപ്പേരി ആക്കിയാണ്. പിന്നെ ഇതാ നമ്മളെ നല്ല കട്ടിക്കറി അയിലക്കറി, വെറൈറ്റി അയിലക്കറി ഇതാ. അപ്പോൾ ചോറിൽ നല്ല ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ അമ്മ. കുടംപുളി ഇട്ടിട്ട് തന്നെ ആക്കിനി.
ഇരിക്കുന്നോളം നല്ലോണം കുറുകി കുറുകി വരും കേട്ടാ. അപ്പോൾ ഒരു അയിലേൻ്റെ പീസ് നമുക്ക് ഇങ്ങനെ അടത്തിയെടുക്കാം. നമുക്ക് അറ്റാദ്യം വേണ്ട നെയ്ക്ക് എങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ്. എരുവതിക്കുണ്ടാ എരും പുളിയെല്ലാം വേണം മീൻ കറിക്ക്. നല്ല എരുണ്ട്. നമ്മൻ്റെ ഉപ്പേരി നമ്മളെ നാടൻ സാധനമല്ല, ഒന്നും അധികം ഇതൊന്നും വളർന്നിട്ട് കൊടുക്കാണ്ടാക്കിയ നല്ല രസമുണ്ടമ്മ. നല്ല രസമുണ്ട്. മീൻകറി നല്ല രസമുണ്ട്. അപ്പം അയില കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കണേ. എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. തീർച്ചയായിട്ടും ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.